ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീട്ടിൽ സൺഡേ സ്പെഷ്യലായിട്ട് കപ്പയും നല്ല കോഴിക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് ആ കപ്പ ഞാൻ നുറുക്കി ഇങ്ങനെ അടുപ്പത്തേക്ക് വെച്ചേക്കുകയാണ്. ഇനി ഇതവിടെ ഇരുന്ന് നന്നായിട്ട് ഒന്ന് വേവട്ടെ. നമ്മൾ ഈ കൂടെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. എന്നിട്ട് ഇതാ വെന്ത് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇതാ നമ്മൾ അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കൊണ്ടുപോയിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുഴച്ച് വെച്ചേക്കുന്നതാണ്. ഇത് നല്ല കപ്പയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല പൊടിഞ്ഞ് വന്ന കപ്പയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കറിക്ക് എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനിപ്പോൾ ഈ കോഴിക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഒരു ഉരുളിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഭിത്തിയിലിരുന്നതാ നമ്മുടെ ആപ്പിളും മുന്തിരിയൊക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, സവോള, ഇഞ്ചി, കരിയാപ്പില, തേങ്ങാക്കൊത്ത് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പൊടികളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇത്രയും ചിക്കനാണ് നമ്മൾ വാങ്ങിയത്. അത് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാൻ പോവുകയാണ്. ഇളക്കിയിട്ട് ഇത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇതേപോലെ തന്നെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി അങ്ങ് വെക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ പകുതി വെന്തപ്പോഴത്തേക്ക് ഇത്രയും വെള്ളം, ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണേ. അത്യാവശ്യം വെന്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മല്ലിയില എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കുന്ന ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കപ്പ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കപ്പയായിരുന്നു. അതിലേക്ക് കുറച്ച് ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ചാറ് എനിക്ക് നിർബന്ധമാണ്. എനിക്ക് പീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചാറാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ അടിപൊളി കപ്പയും ചിക്കനും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ വീക്കെൻഡൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.